നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡ് മെമ്പറാണ് ആർ സുഗതൻ. സുഗതൻ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്ത പല വിഷയങ്ങളും അടിപിടി കേസുകളായി മാറിയിട്ടുണ്ട്. അങ്ങനെ സുഗതന്റെ മേൽ കാപ്പ ചുമത്തി പോലീസ് ജയിലിലടച്ചു. ഏറ്റവും ഒടുവിൽ സുഗതനെതിരെ എടുത്ത 2 കേസിലും ജാമ്യം കിട്ടിയെങ്കിലും കാപ്പ ചുമത്തിയതുകൊണ്ട് സുഗതൻ കുറഞ്ഞത് 6 മാസമെങ്കിലും ജയിലിൽ കിടക്കണം. ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചു. ആകെ 100 കൗൺസിലർമാരുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് 50 കൗൺസിലർമാരുടെ പിന്തുണയാണുള്ളത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെയാണ് ഭരിക്കുന്നത്. അതിലൊരാൾ ജയിലിലായി പോയതോടെ അവരുടെ പിന്തുണ 49 കുറഞ്ഞു. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ സ്വാഭാവികമായും കൗൺസിൽ അംഗത്വം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അതിന് മറികടക്കാനുള്ള ഏക വഴി അവധിക്ക് അപേക്ഷ കൊടുത്ത് അത് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പാസ്സാക്കിയെടുക്കുകയാണ്. ഈ അംഗം വോട്ട് ചെയ്യാത്തതുകൊണ്ട് ഇത് പാസ്സാക്കിയെടുക്കാനും പ്രശ്നമുണ്ട്. എന്നാൽ ഒരു സ്വതന്ത്ര അംഗത്തെ കൂട്ടുപിടിച്ച് മേയർ കാസ്റ്റിംഗ് വോട്ട് ചെയ്ത് ഒരു വിധത്തിൽ അത് പാസ്സാക്കിയെടുത്തു. ഇതോടുകൂടി 6 മാസത്തേക്ക് സുഗതന് അവധി അനുവദിച്ചു. പക്ഷെ അപ്രതീക്ഷിതമായി ഇത് മറ്റൊരു വിവാദത്തിന് കാരണമായി. ആ വിവാദത്തിന് കാരണം ലീഗ് മന്ത്രിയായ KM ഷാജിയുടെ വകുപ്പായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഒരു അഡീഷണൽ സെക്രട്ടറി സുഗതന് അവധി അനുവദിക്കാൻ കത്ത് കൊടുത്തു എന്നതാണ്. അതിൻ്റെ പേരിൽ വലിയ ഒച്ചപ്പാടുണ്ടാകുന്നു. BJPയെ ഭരണത്തിൽ നിലനിർത്താൻ കോൺഗ്രസ് പാർട്ടി സഹായിക്കുന്നു, കോൺഗ്രസും BJPയും തമ്മിലുള്ള ഡീലാണ് എന്ന് CPM വിവാദമുയർത്തുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയുടെ നിർദ്ദേശപ്രകാരം വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ചിത്ര P. അരുണിമയെ സസ്പെൻഡ് ചെയ്യുന്നു. മാത്രമല്ല ചിത്ര P. അരുണിമ കൊടുത്ത അനുമതി ഉത്തരവ് സർക്കാർ റദ്ദു ചെയ്യുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഈ വിവാദത്തിന്റെ പൊരുൾ എത്ര പേർക്ക് മനസ്സിലായി എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. സത്യം പറയാമല്ലോ, ഇന്ന് രാവിലെ അമേരിക്കയിലുള്ള മേയർ VV രാജേഷിനെ വിളിച്ച് ചോദിക്കുന്നത് വരെ എനിക്ക് പിടികിട്ടിയില്ലായിരുന്നു ഇതിലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ. കോർപ്പറേഷന് ഒരു അവധി അപേക്ഷ കൊടുക്കുന്നു, മേയറും ഭൂരിപക്ഷം കോർപ്പറേഷൻ അംഗങ്ങളും അവധി അപേക്ഷ അനുവദിക്കുന്നു. പിന്നെ എന്തിനാണ് സർക്കാരിൻ്റെ അനുമതിയുടെ പ്രസക്തി? ഇതാണ് എന്നെ അലട്ടിയ ചോദ്യം. രാജേഷിനോട് ചോദിച്ചപ്പോഴാണ് രാജേഷ് അതിന് നിജസ്ഥിതി വ്യക്തമാക്കിയത്. സർക്കാരിൻ്റെ അനുമതി ഒരു തരത്തിലും പ്രസക്തമല്ല. സർക്കാർ അനുമതി കൊടുത്താലും ഇല്ലെങ്കിലും കോർപ്പറേഷൻ അവധി അപേക്ഷ അംഗീകരിച്ചാൽ അവധി പ്രായോഗികമായി നിലവിൽ വന്നു. സുഗതന് 6 മാസം അവധിയെടുക്കാം. കോർപ്പറേഷൻ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലും സുഗതന്റെ അംഗത്വം റദ്ദാവില്ല. പിന്നെന്താണ് സംഭവിച്ചത്? അതിന് പൊരുൾ തേടുമ്പോഴാണ് LDFൻ്റെയും UDFൻ്റെയും അന്ധമായ BJP വിരോധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സുഗതൻ ജയിലിലായതുകൊണ്ട് ഒരു വോട്ടിൻ്റെ കുറവുള്ളതുകൊണ്ട് വോട്ടിങ്ങിലേക്ക് പോകുന്നതിന് മുൻപ് മറ്റു പല വഴികളും BJP നേതൃത്വം ആലോചിച്ചിരുന്നു. അതിലൊന്നായിരുന്നു ഈ യോഗത്തിൽ പങ്കെടുക്കാൻ മാത്രം ഒരു അനുമതി നൽകണം, ഒരു പരോൾ നൽകണം, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിൽ പങ്കെടുക്കാൻ അനുമതി നൽകണം, അല്ലെങ്കിൽ തൻ്റെ അംഗത്വം റദ്ദാകുന്ന സാഹചര്യം ഉണ്ടാവും, ജനവിധിക്കെതിരെയുള്ള വിധിയെഴുത്തായി അത് മാറും എന്ന് പറഞ്ഞ് സുഗതൻ കത്തയച്ചത്. സുഗതൻ്റെ കത്ത് സർക്കാരിലൂടെ കടന്നുപോയി. മന്ത്രിയും വകുപ്പ് സെക്രട്ടറിയും ഒക്കെ അതിനോട് വിയോജിച്ചു. എന്നാൽ ഇതിൽ തീരുമാനമെടുക്കേണ്ടത് വകുപ്പ് അണ്ടർ സെക്രട്ടറിയാണ്. വകുപ്പ് അണ്ടർ സെക്രട്ടറി നിയമം നോക്കിയിട്ട് തിരിച്ച് കത്തയച്ചു. പരോൾ നിയമപരമല്ല, എന്നാൽ താങ്കൾ എന്തിനാണ് ബേജാറാവുന്നത്? താങ്കൾക്ക് അവധി അപേക്ഷ നഗരസഭയ്ക്ക് കൊടുക്കാമല്ലോ, നഗരസഭ താങ്കൾക്ക് അവധി നൽകാൻ നിയമത്തിൽ വകുപ്പുണ്ടല്ലോ എന്നെഴുതി കാണിച്ചു. അങ്ങനെ ചെയ്തത് നാളെ ഇതൊരു വിവാദമായാൽ കോടതിയിൽ ചെന്നാൽ ഈ കേസ് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥ തൻ്റെ കടമ നിറവേറ്റിയില്ല എന്ന ആരോപണം ഉണ്ടാകുന്നത് തടയാനാണ്. നിയമത്തെക്കുറിച്ച് ജ്ഞാനമുള്ളത് കൊണ്ടാണ് നിയമം കോട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു കത്ത് കൊടുത്തത്. ഈ കത്തും ഈ അനുമതിയും സുഗതന്റെ ഭാവിക്ക് ഒട്ടും നിർണായകമായിരുന്നില്ല. ഇതിനിടയിൽ കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് ശബരിനാഥ് BJPക്കെതിരെ വലിയ തോതിൽ ബഹളം വയ്ക്കുന്നു. ആ ബഹളം അതിർത്തി വിട്ടപ്പോൾ ഒരു വാദം അല്ലെങ്കിൽ ഒരു പ്രതിരോധം എന്ന നിലയിലാണ് മേയർ രാജേഷ് ഈ കത്തെടുത്ത് കാണിക്കുന്നത്. സംസ്ഥാന സർക്കാർ പോലും പറയുന്നു നിയമമുണ്ടെന്ന്, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് രാജേഷ് ചോദിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടി വെട്ടിലായി. CPM അത് BJP കോൺഗ്രസ് ഡീലാക്കി ഉയർത്തി. അതുകൊണ്ടാണ് വിവാദമായത്. അല്ലാതെ ഈ കത്തും സുഗതന്റെ അവധിയുമായി ഒരു ബന്ധവുമില്ല. ഇങ്ങനൊരു കത്ത് അഡീഷണൽ സെക്രട്ടറി ചിത്ര കൊടുത്തില്ലെങ്കിലും കോർപ്പറേഷൻ കൗൺസിൽ യോഗം ചേർന്ന് അവധി അപേക്ഷ അംഗീകരിച്ചതിനാൽ സുഗതനെ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റും. ഈ സത്യം പോലും മനസ്സിലാവാതെയാണ് ആളുകൾ ബഹളം വയ്ക്കുന്നത് എന്നതാണ് വിചിത്രമായ സംഗതി. ഇവിടെ വാസ്തവത്തിൽ വെട്ടിലാകുന്നത് നിയമപരമായി പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യാൻ നിയമവിരുദ്ധമായി ഉത്തരവിട്ട മന്ത്രി KM ഷാജിയാണ്. KM ഷാജിക്ക് നിയമം അനുസരിച്ച ഒരു ഉദ്യോഗസ്ഥയെ
ഇങ്ങനെ കരിയേപ്പല പോലെ എടുത്തു കളയാൻ അധികാരമില്ല. ഈ സസ്പെൻഷൻ നിയമവിരുദ്ധമാണ്. അവർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയാൽ ഈ സസ്പെൻഷൻ സ്റ്റേ ചെയ്യും. മാത്രമല്ല സർക്കാർ മാപ്പ് പറഞ്ഞ് തലയൂരേണ്ടി വരും. BJP വിരോധം തങ്ങൾക്കുണ്ടേ എന്ന് CPM മുമ്പിൽ തെളിയിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ അഭ്യാസം കൊണ്ട് ഒരു കാര്യവുമില്ല. ചിത്ര P. അരുണിമ ഇന്നല്ലെങ്കിൽ നാളെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി ഉത്തരവുമായി വന്ന് അതേ തസ്തികയിലിരിക്കും. വേണമെങ്കിൽ സർക്കാരിനെ അവരെ ആ വകുപ്പ് മാറ്റാം എന്ന് മാത്രം. അതുകൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം നിയമവിരുദ്ധമായി സസ്പെൻഷനെതിരെ സർക്കാരിനോട് കയർക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരോട് യുദ്ധം വേണ്ട എന്ന് തീരുമാനിച്ച് കളങ്കത്തിനും അഴിമതിക്കാരനുമായ ഡോക്ടർ ജയതിലകിനെ കാലാവധി പൂർത്തിയാകുന്നതുവരെ ചീഫ് സെക്രട്ടറിയായി തുടരാൻ അനുവദിച്ച VD സതീശൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയൊരു ഉദ്യോഗസ്ഥ കലാപം. ഇത് ഈ നിലയിൽ മുമ്പോട്ട് പോയാൽ സർക്കാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധത്തെ പോലും വഷളാക്കും. അജയൻ ഭാസ്കരൻ നായർ എഴുതിയതുകൂടി കേൾക്കുക. കൗൺസിലർ സുഗതനെ നീതി കൊടുത്ത KS ഉദ്യോഗസ്ഥയ്ക്ക് സസ്പെൻഷൻ. മിസ്റ്റർ മന്ത്രി, താങ്കൾ 1000 ജന്മം എടുത്താൽ പോലും ഒരു KSകാരനോ IASകാരനോ ആകാൻ പറ്റില്ല. സ്ത്രീകൾ പഠിക്കരുത്, ജോലി ചെയ്യരുത് എന്ന ആശയം ഉൾക്കൊള്ളുന്ന നിങ്ങളെ ഓർത്ത് കേരളം ലജ്ജിക്കുന്നു. ഇവിടെ അജയനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. KSകാരനാകാൻ എളുപ്പമാണ് മന്ത്രി വിചാരിച്ചാൽ. അതാരൊക്കെ പാസ്സാകണമെന്ന് ഈ സർക്കാർ തന്നെയാണ് തീരുമാനിക്കുന്നത്. സത്യം പറയട്ടെ, മതം പറഞ്ഞ് മന്ത്രിയായ ആൾക്ക് തൻ്റെ വകുപ്പിലെ സ്ത്രീ ഉദ്യോഗസ്ഥയോട് ദേഷ്യം തോന്നിയതും സസ്പെൻഡ് ചെയ്തതും അവൾ, ബാക്കി പറയുന്നില്ല അയാൾ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണം അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കാത്ത തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്രയ്ക്ക് സസ്പെൻഷൻ. സത്യസന്ധയായ ഒരു പെൺകുട്ടിയെ ക്രൂശിക്കുമ്പോൾ കേരളം മിണ്ടാതിരിക്കരുത്. ഡോക്ടർ ചിത്ര P. പൂർണിമ, റാങ്ക് 6, സ്ട്രീം 2, KS PSC ചരിത്രത്തിൽ പെൺകുട്ടികൾക്ക് മാതൃകയായ പേര്. ഇന്ന് സർവീസിൽ നിന്ന് സസ്പെൻഡ്. എന്താണ് അവർ ചെയ്ത കൊടുംകുറ്റം? ജയിലിൽ കിടക്കുന്ന കാപ്പ പ്രതിയായ കൗൺസിലർക്ക് അവധി കൊടുക്കരുത് എന്ന് മന്ത്രിയുടെ രാഷ്ട്രീയ താല്പര്യമുള്ള ഫയലിൽ നിയമമനുസരിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ അഭിപ്രായം ചോദിച്ചു. അത്രയേ ഉള്ളൂ. ഇവിടെയാണ് യഥാർത്ഥ തെമ്മാടിത്തം. മന്ത്രിക്ക് എന്ത് അധികാരം? ഒരു കൗൺസിലറെ അയോഗ്യനാക്കേണ്ടത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. കൗൺസിലിന് അവധി കൊടുക്കാൻ അധികാരമുണ്ട്. ഈ രണ്ടിടത്തുമില്ലാത്ത അധികാരം ഉപയോഗിച്ച് ആനുകൂല്യം കൊടുക്കരുത് എന്ന് ഫയലിൽ എഴുതിയത് ആരാണ്? മന്ത്രിയല്ലേ? UO നോട്ട്, അൺഒഫീഷ്യൽ നോട്ട് ക്രിമിനൽ കുറ്റമാണോ? സെക്രട്ടേറിയറ്റിൽ ദിവസവും 100 കണക്കിന് അൺഒഫീഷ്യൽ നോട്ട് കൈമാറാറുണ്ട്. ഒരു അണ്ടർ സെക്രട്ടറിക്ക് അതിനുള്ള അധികാരമുണ്ട്. അത് ചട്ടവിരുദ്ധമാണെങ്കിൽ മന്ത്രി എത്ര IAS IPSകാരെ സസ്പെൻഡ് ചെയ്യും? എന്തുകൊണ്ട് ധൃതി? ഒരു KS ഓഫീസറെ സസ്പെൻഡ് ചെയ്യാൻ റൂൾ 10A വെച്ച് 24 മണിക്കൂറിനുള്ളിൽ പൊതുഭരണ സെക്രട്ടറിയെ കൊണ്ട് ഉത്തരവിറക്കിച്ചത് ആരുടെ സമ്മർദ്ദമാണ്? KS വന്നതിന് ശേഷം ആദ്യമായി സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് ഒരു വനിതയാണ് എന്നത് യാദൃച്ഛികമാണോ? ഇത് സ്ത്രീ വിരുദ്ധതയല്ലേ? സെക്രട്ടേറിയറ്റ് ഫയൽ അട്ടിമറിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് കോഴക്കേസിൽപ്പെട്ട എത്ര ആണുങ്ങൾ സുഖമായിരിക്കുന്നു? ഒരു പെൺകുട്ടി നിയമം പറഞ്ഞപ്പോൾ മാത്രം ഈ ആർജവം. ഇതാണ് നിങ്ങളുടെ സ്ത്രീ ശാക്തീകരണം. സത്യസന്ധർക്ക് ഇനി എന്ത് സുരക്ഷ? നാളെ ഒരു മന്ത്രി നിയമവിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞാൽ ഫയലിൽ സത്യം എഴുതാൻ ഇനി ഏത് ഉദ്യോഗസ്ഥർ ധൈര്യപ്പെടും? മന്ത്രി പറയുന്നത് കണ്ണടച്ച് അനുസരിച്ചില്ലെങ്കിൽ ചിത്രയെപ്പോലെ തെരുവിലാകും എന്ന സന്ദേശമല്ല ഇത്. ഇതൊരു ഉദ്യോഗസ്ഥരുടെ പ്രശ്നമല്ല, നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. കാപ്പപ്രതി ജയിലിൽ കിടക്കുമ്പോൾ അവനെ സംരക്ഷിക്കാൻ ശ്രമിച്ചവരെ അല്ല, അവൻ്റെ ഫയൽ നിയമപരമായി പരിശോധിച്ച പെൺകുട്ടിയാണ് നിങ്ങൾ ക്രൂശിച്ചത്. ലജ്ജാകരം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ KM ഷാജി രാജിവെച്ച് കേരളത്തോട് മാപ്പ് പറയുക.